ഇപ്പോൾ കേരളം കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്നു. കമ്മ്യൂണിസ്റ്റുകാരല്ല ഭരിക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന CPM നേതൃത്വം നൽകി LDF ഭരിക്കുന്നു. പൊതുവെ പറയാറുള്ളത് കമ്മ്യൂണിസ്റ്റുകാരാണ് കേരളം ഭരിക്കുന്നുള്ളതാണ്. ഞാനൊരു സാറെന്നെ ഓർത്തഡോക്സായി അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു ഓർത്തഡോക്സ് യാഥാസ്ഥികനാണ്. യാഥാസ്ഥിക സുന്നികളെ സംബന്ധിച്ചിടത്തോളം ഭരിക്കുന്ന കക്ഷികൾ ആരാണോ അവരോടൊപ്പം യോജിച്ചു പോകുക. കാരണം അത് ഭരണഘടനയുമായിട്ടുള്ളൊരു സന്ധിയുടെ ഭാഗമാണ്. ദേശീയ സർക്കാർ, കേന്ദ്ര സർക്കാർ BJP ആണ്. BJP എന്ന് പറയുന്നത് ഒരുപക്ഷെ ഹിന്ദുത്വയുടെ പൊളിറ്റിക്കൽ മുഖമാവാം, ആർക്കും സംശയമില്ല. അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ മതത്തെ മാക്സിമം അവർക്ക് അനുകൂലമായി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളൊരു പോളിസി അവർ തീർച്ചയായും ചെയ്യുന്നുണ്ട്. നമ്മൾ സംസാരിക്കുന്ന ഈ മണിക്കൂറുകളിലും ചെയ്യുന്നുണ്ട്, അറിയാഞ്ഞിട്ടല്ല. പക്ഷെ അത് ചർച്ച ചെയ്യുന്നതിൽ വലിയ പ്രസക്തിയില്ല. അതേസമയം അവരാണ് ഇന്ത്യയെ ഭരിക്കുന്നത്. നമ്മുടെ സർക്കാർ, ബഹുമാന്യനായ നരേന്ദ്രമോദി ഇവിടെയുള്ള മുസ്ലിങ്ങളുടെ കൂടി പ്രധാനമന്ത്രിയാണ്. അമിത്ഷാ മുസ്ലിങ്ങളുടെ കൂടി ആഭ്യന്തരമന്ത്രിയാണ്. ആ അർത്ഥത്തിൽ അവരുമായി നയപരമായി വിയോജിപ്പുണ്ടാകുമ്പോഴും കാഴ്ചപ്പാടിൽ വ്യത്യസ്തത പുലർത്തുമ്പോഴും അവരെ അംഗീകരിച്ചുകൊണ്ട് ഭരണഘടനാപരമായി മുന്നോട്ട് പോകുക എന്നുള്ള സ്റ്റാൻഡാണ്. അപ്പോൾ അവർ മുസ്ലിങ്ങൾ കാണിക്കുന്ന, മുസ്ലിം മുഖ്യധാര കാണിക്കുന്ന വളരെ മാന്യമായ കുലീനമായ ഈ മനോഭാവത്തോട് തിരിച്ചും കുലീനവും മാന്യവുമായ മനോഭാവം രാഷ്ട്രീയപരമായി തിരിച്ചു നൽകണം എന്നുള്ളതാണ് പൊതുവെ ആ വിഷയത്തിൽ പറയാനുള്ളത്.